എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്നലെ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ടു. ഇന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് എന്താണെന്ന് നോക്കാം. യെശയ്യാവ് 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. രാഷ്ട്രീയ അസ്ഥിരതയുടെയും ആസന്നമായ വിധിയുടെയും കാലഘട്ടത്തിൽ ഇസ്രയേലിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രവാചക പ്രഭാഷണമാണ് ഈ അധ്യായം. ഈ വാക്യത്തിൽ ഒന്നാം ഭാഗത്ത് യേശുവിൻ്റെ ഒന്നാം വരവാണ് പ്രതിപാദിക്കുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്നാം ഉപവാക്യം അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രണ്ടാമത്തേത് അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചുമാണ് സൂചിപ്പിക്കുന്നത്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഭരണം നടത്തും. അവസാന ഭാഗം അവൻ്റെ വ്യക്തിപരവും മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. അത്ഭുതവാൻ എന്ന നാമത്തിൽ അവൻ അറിയപ്പെടും. ഈ പേർ ഒരു നാമമാണ്, അല്ലാതെ നാമവിശേഷണമല്ല. അത് അവൻ്റെ വ്യക്തിത്വത്തെയും ശുശ്രൂഷയെയുമാണ് സൂചിപ്പിക്കുന്നത്. മന്ത്രി, ആധിപത്യ സംബന്ധമായ അവൻ്റെ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. വീരനായ ദൈവം എന്നത് സർവശക്തിയുള്ള പരമോന്നത രാജാവാണ്. നിത്യപിതാവ് അഥവാ കൂടുതൽ ഉത്തമമായ നിലയിൽ നിത്യതയുടെ പിതാവ് അഥവാ ഉറവിടം. സ്വയം നിത്യനായിരിക്കെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ നൽകുന്നു. സമാധാന പ്രഭു എന്ന് പറയുമ്പോൾ സർശാലവും പ്രശ്നകലുഷിതമായ ഈ ലോകത്തിൽ ആത്യന്തികമായ സമാധാനം നൽകുന്നവനാണ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ പ്രതീക്ഷ തിരയുകയും വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള വിശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ജ്ഞാനം, ശക്തി, അനുകമ്പ, സമാധാനം തേടൽ തുടങ്ങിയ നേതൃത്വ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. സ്നേഹപിതാവേ, നിന്റെ മക്കളായ ഞങ്ങളെ വ്യക്തിപരവും സാമുദായികപരവുമായ സന്ദർഭങ്ങളിൽ സത്യത്തിൻ്റെ നേതൃഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.